എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ഞങ്ങൾ പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ പച്ചരി വെള്ളത്തിലിട്ടു, ബാക്കി ഇനി അമ്മ പറ. ഇതിന് 1.5 കപ്പാണ് ഇട്ടേക്കുന്നത്. ഇതൊരു ചെറിയൊരു കപ്പാണ്. അതിന് 1.5 കപ്പ് അരിയാണിത്. അതിനൊരു ഒരു മുറി തേങ്ങയും പിന്നെ ഒരു കുറേ കൂടെ ഇത്രയും തേങ്ങയെല്ലാം കൂടെ ഒന്നിച്ചിതിനകത്തിട്ട് രണ്ടായിട്ടേ അരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇളക്കുക. അപ്പോൾ ഇത് രണ്ടായിട്ട് അങ്ങ് അരച്ചാൽ മതിയല്ലോ. അത്രയും തേങ്ങയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഞാനിങ്ങനെയാണ് അപ്പത്തിന് അരച്ച് വെക്കുന്നത്. അതിനകത്ത് ശകലം ഉപ്പിടുന്നു. പിന്നെ 2 സ്പൂൺ പഞ്ചസാര, ഈസ്റ്റ്, ഇത്ര ഈസ്റ്റ്, പിന്നെ ഇത്രയും ചോറ്, ഇതെല്ലാം കൂടെ ഇട്ട് രണ്ടായിട്ട് അരയ്ക്കുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ട് അമ്മ വന്നിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെ, ഹായ്. ഇന്ന് ഞാൻ 3 സവാള അരിഞ്ഞ് വെച്ചേക്കുന്നു. ഒരു പച്ചമുളകാണ്, അത് നടുവേ മുറിച്ച് വെച്ചേക്കുക. പിന്നെ 1 മുറി തക്കാളിക്ക, കരിയാപ്പില. പിന്നെ അതിനകത്തോട്ട് ശകലം മഞ്ഞൾ പൊടി ഇടുന്നു. ഉപ്പ് പൊടിയേ. ഇനി അത് വഴട്ടാൻ വരുക. എന്നിട്ട് പാലപ്പം, മുട്ടക്കറിയും, വെള്ളയപ്പം ഉണ്ടാക്കാം, പാലപ്പം ഉണ്ടാക്കാം. ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ആഹാരമാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ബാക്കിയെല്ലാം കൂടിയിട്ട് വഴറ്റുക. സവാള, പച്ചമുളക്, തക്കാളി. ഞാൻ കടുക് വറുത്തങ്ങിടുക. ഇതിനകത്ത് ഉപ്പുപൊടി, മഞ്ഞൾ പൊടി മാത്രമാണ്. ഇതിന് നല്ലപോലെ വഴറ്റി ഇതിടുന്നേ. അപ്പം മുട്ടക്കറിക്കുള്ള ഉള്ളിയാണ്. അതെല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ചേരുവകൾ: മല്ലിപ്പൊടി 1 സ്പൂണ്, മസാലപ്പൊടി അരയില്ല, പിന്നെ 1/2 സ്പൂണ് മുളക് പൊടി. ഇത്രയാണ് ഇടുന്നത്. 1/2 സ്പൂണ് മുളക് പൊടി, എത്ര സ്പൂൺ? 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് തിളച്ചെടുക്കണ്ട മസാലപ്പൊടി. പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് അടച്ചു വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ഇത്രയായി. തീ കുറച്ച് വെച്ചല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇളക്കി അത് ഈ പരുവാക്കി. എന്നിട്ട് അതിൻ്റെ ഒരു ഇതൊന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കുക. ഇതിനകത്ത് നല്ല മൂത്തിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും മുട്ടക്കറി റെഡി. നല്ല രുചിയേറിയ മുട്ടക്കറിയാണ്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കണേ, വെച്ച് നോക്കണം. ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ വരണ്ടേ? എന്നാൽ വെച്ച് നോക്കണേ. ഇതെല്ലാവരും ഇതുപോലെ തന്നെ വെച്ച് നോക്കണം. എന്നിട്ട് കൊള്ളാമെങ്കിൽ കമൻ്റ് ഇടണം. അതിന് വെള്ളം ഒഴിച്ച് അടുപ്പിലങ്ങ് വെക്കുക. 2 മിനിറ്റ് പറ്റുമ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നലെ അരച്ച് വെച്ച അരിയുണ്ട്. മാവ് ഇന്നലെ അരച്ച് വെച്ചായിരുന്നു, കാണിച്ചായിരുന്നല്ലോ. ഒരു കപ്പ് അരിയെ, തേങ്ങായെ, പഞ്ചസാര, ഉപ്പ്,
ചോറ് എല്ലാം കൂടെ അരച്ച് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളത്. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ച് അപ്പത്തിൻ്റെ മാവ് രാവിലെ എടുക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ അരച്ച് വെച്ച മാവാണേ. നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ പരുവുക. ഇതാണോ ഉണ്ടാക്കുന്നത്? ഇത് രണ്ടും അങ്ങ് ഉണ്ടാക്കാം. വെള്ളയപ്പം ഉണ്ടാക്കാം, പാലപ്പം ഉണ്ടാക്കാം. രണ്ടും ഉണ്ടാക്കുവാണ്, വെള്ളയപ്പം പാലപ്പം. ഉപ്പിട്ടോമേ? ഇന്നലെ ഉപ്പെല്ലാം കൂടി ഇട്ടല്ലേ അരച്ച്. അരക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ലേ? ഇനി ഇത് പാലപ്പം. ഞാൻ ഇരുമ്പീരിച്ചിട്ട് ചെയ്യാത്താണ്. അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല മുട്ടക്കറിയാണേ. കണ്ടോ? ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റി സൂപ്പറാക്കിയേക്കുന്നു. പിന്നെ പാലപ്പം, നമ്മുടെ പാലപ്പം ഉണ്ട്, വെള്ളയപ്പം ഉണ്ട്. ഇതാ കണ്ടോ, ഞാൻ ഇരുമ്പീൻ ചട്ടിക്കകത്ത് ഉണ്ടാക്കിയാണ്. ഇതാണ്ടേ ഉണ്ടോ? നല്ല നല്ല മയമാണ്. ഇതെന്താണ്ടോ രണ്ടും. ഇതാ ഇതൊക്കെ കറിക്കകത്തോട്ട് കൂട്ടിയൊന്ന് കഴിച്ച് നോക്കണം, വെക്കണം, എല്ലാവരും വെക്കണം. ഇതാ ഇരുമ്പീൻ ചട്ടിക്കകത്ത് വെച്ചതാ. അപ്പോൾ ഓക്കെ, നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെ, എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. അപ്പോൾ ഇനിയും പുതിയൊരു